JV അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ടോപ്പിക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ടോപ്പിക്കുകൾ ഒന്ന് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗം രൂപപ്പെടൽ അല്ലെങ്കിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതാണ് നമ്മൾ ആദ്യം പറയുന്ന ഒരു ടോപ്പിക്. രണ്ടാമത്തത് എന്താണ് സിനാപ്സ്, സിനാപ്സ് എന്താണ് എന്നതാണ് രണ്ടാമത് നമ്മൾ പറയുന്ന പോയിൻ്റ്. അതേപോലെ മൂന്നാമത് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ന്യൂറോൺ, വിവിധ തരത്തിലുള്ള ന്യൂറോണുകൾ, നാഡീകോശങ്ങൾ എത്ര തരത്തിലുണ്ട്. ദെൻ നാലാമത്തത് ടൈപ്സ് ഓഫ് നെർവ്സ്, നാഡികൾ എത്ര തരത്തിലുണ്ട്, നാഡികൾ എത്ര തരത്തിലുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് നൽകുകയും ചെയ്യണമെന്ന് ആദ്യമേ നിങ്ങളെ ഉണർത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, അഥവാ എങ്ങനെയാണ് ആവേഗം രൂപപ്പെടുന്നത്. ആവേഗം അഥവാ ഇമ്പൾസസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ, ആ നാഡീവ്യവസ്ഥ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും, ഓൾ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആർ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റഡ് ബൈ നെർവസ് സിസ്റ്റം എന്ന് നമുക്കറിയാം. നാഡീവ്യവസ്ഥയാണ് നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും മറ്റും എല്ലാം എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നതും അതേപോലെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതും അഥവാ ഏകോപിപ്പിക്കുന്നതും നാഡീവ്യവസ്ഥയാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ നാഡീവ്യവസ്ഥ ഈ ഒരു കൺട്രോളും കോർഡിനേഷനും ഏകോപനവും നിയന്ത്രണവും സാധ്യമാക്കുന്നത് എന്തിലൂടെയാണ്? ത്രൂ ഈ പറയപ്പെട്ട ഈ ആവേഗങ്ങളിലൂടെയാണ്, അഥവാ ഒരു സന്ദേശമാണ്, ഇമ്പൾസസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓൾ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, എല്ലാം കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതും അതേപോലെ, അഥവാ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏകോപിപ്പിക്കുന്നതും അതേപോലെ എന്തും ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നതും. അപ്പോൾ അതിന് ഈ സന്ദേശങ്ങൾ രൂപപ്പെട്ടേ മതിയാവും, അല്ലേ? നമുക്കറിയാം ന്യൂറോണിലൂടെയാണ് സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ നടക്കുന്നത് അഥവാ പ്രേഷണം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ നാഡീകോശം പഠിച്ചപ്പോൾ അവിടെ പഠിക്കേണ്ടായി. അപ്പോൾ ഈ നാഡീകോശങ്ങളിലൂടെ ആവേഗങ്ങളുടെ ആ ഒരു പ്രേഷണം നമുക്ക് അറിയാം. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റൻ അഥവാ സെൽ ബോഡി, കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, അല്ലേ? അപ്പോൾ പ്രേഷണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് ഈ ഇമ്പൾസസ് അഥവാ ഈ ആവേഗങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദീപനം സംഭവിക്കുമ്പോൾ അഥവാ സ്റ്റിമുലസ് സംഭവിക്കുമ്പോൾ, ഏത് സ്റ്റിമുലി ആയിക്കോട്ടെ, ആ സ്റ്റിമുലി സംഭവിക്കുന്ന ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസസ് രൂപപ്പെടുന്നത്, ആവേഗങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആവേഗം രൂപപ്പെടുന്നത്, അതെങ്ങനെയാണ്, അതിന് ഇത് സഹായകമാകുന്നത് എങ്ങനെയാണ്? അഥവാ എല്ലാ കോശങ്ങളിലേതും പോലെ തന്നെ നാഡീകോശങ്ങൾ അഥവാ
ഗ്രാഹി കോശങ്ങൾ. ഈ ഗ്രാഹി കോശങ്ങളുടെ പ്ലാസ്മ സ്തരത്തിന് ഇരുവശങ്ങളിലും, അഥവാ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഐദർ സൈഡ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ സ്തരത്തിൻ്റെ ഇരുവശങ്ങളിലും അഥവാ അതിൻ്റെ ഔട്ടർ സർഫേസിലും ഇന്നർ സർഫേസിലും, ബാഹ്യഭാഗത്തും ആന്തരഭാഗത്തും, ഈ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായ അഥവാ വിരുദ്ധമായ വൈദ്യുത ചാർജ് നിലനിൽക്കുന്നു. ഓക്കെ, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. മുകളിൽ ഔട്ടർ സർഫേസിൽ എന്ത് കാണാം? പോസിറ്റീവ് ചാർജ് കാണാം. അതേപോലെ ഇന്നർ സർഫേസിൽ എന്ത് കാണാം? നെഗറ്റീവ് ചാർജും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇത് സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കാരണം അവിടെയുള്ള വ്യത്യസ്ത അയോണുകളുടെ വിതരണമാണ് അതിന് കാരണം. ഡിഫറൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ്. ആ അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്, വിതരണമാണ് അവിടെ ഇങ്ങനെ ഒരു ചാർജ് നിലനിൽക്കാനുള്ള കാരണം. അഥവാ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും, അങ്ങനെ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കാനുള്ള കാരണം ഈ അയോണുകളുടെ വിതരണമാണ് അതിന് കാരണം. ഓക്കെ, അപ്പോൾ ഇത് ഇക്വിലിബ്രിയം ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉദ്ദീപനം സംഭവിക്കുന്ന സമയത്ത് അഥവാ സ്റ്റിമുലി സംഭവിക്കുന്ന സമയത്ത് ആ ആക്സോണിൻ്റെ ഇരുവശങ്ങളിലുമുള്ള അഥവാ ഔട്ടർ സർഫേസിലും ഇന്നർ സർഫേസിലുമുള്ള ചാർജിൽ വ്യത്യാസം സംഭവിക്കും. അഥവാ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ചാർജിൽ എന്ത് സംഭവിക്കും? ഈ ഉദ്ദീപനം സംഭവിക്കുന്നതോടുകൂടി ആ ചാർജിൽ എന്ത് സംഭവിക്കും? വ്യത്യാസം സംഭവിക്കും. അഥവാ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരും, ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ചാർജിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്? പുറത്ത് കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജായിട്ടും അകത്തുള്ള ആന്തരഭാഗത്തുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നേരെ ഒരു ഓപ്പോസിറ്റ് ചേഞ്ച് സംഭവിക്കും ചാർജിൽ. അപ്പോൾ ഈ ചാർജിൽ ഈ ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം എന്ത് ചെയ്യൂല? അധിക സമയം നീണ്ടു നിൽക്കൂല. അത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. അഥവാ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. അഥവാ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അഥവാ ഔട്ടർ സർഫേസിൽ പോസിറ്റീവായിരുന്നു, ഇന്നർ സർഫേസിൽ എന്തുമായിരുന്നു? നെഗറ്റീവായിരുന്നു. അത് സ്റ്റിമുലി സംഭവിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ചാർജിൽ മാറ്റം വരുന്നത്. ഓക്കെ, ദെൻ ആ സ്റ്റിമുലി സംഭവിക്കുന്നതോടുകൂടി ചാർജിൽ മാറ്റം വരികയും ദെൻ ഉടനെ തന്നെ അത് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക്, അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കും? ഈ ചാർജിൽ വ്യതിയാനം വന്നതിൻ്റെ ഫലമായിട്ട് തൊട്ടടുത്ത ഭാഗത്ത് അഡ്ജസൻറ്റ് പാർട്ടിൽ എന്ത് വരും? ഈ ചാർജിൽ വ്യതിയാനം വരും. ഓക്കെ, ദെൻ അതും എന്ത് ചെയ്യും? ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യും? ചാർജിൽ വ്യതിയാനം വരും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവർ ഇലക്ട്രിക് ചാർജിൻ്റെ, ഒരു വൈദ്യുത ചാർജിൻ്റെ അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലോ അവിടെ നിന്ന് ഉണ്ടാകുന്നു, ഒരു പ്രേഷണം അവിടെ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു വൈദ്യുത ചാർജ് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോവുകയും അതെന്ത് ചെയ്യുന്നു? ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ ഒക്കെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആവേഗം രൂപപ്പെടൽ അഥവാ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്. ഇനി അടുത്ത നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് ടോപ്പിക്ക് സിനാപ്സ് ആണ്. സിനാപ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിനാപ്റ്റിക് നോബ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ന്യൂറോൺ പഠിച്ചപ്പോൾ അവിടെ സിനാപ്റ്റിക് നോബിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനാപ്സ് എന്താണ്, അല്ലെങ്കിൽ സൈനാപ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ ന്യൂറോൺ ആൻഡ് മസിൽ സെൽ
ഓർ ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡുലാർ സെൽസ്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 ന്യൂറോണുകൾ ചേരുന്ന ഭാഗമാണ്. മാത്രമല്ല ഒരു ന്യൂറോണും പേശീകോശവും ചേരുന്ന ഭാഗത്തും ന്യൂറോണും ഗ്രന്ഥി കോശങ്ങൾ ചേരുന്ന ഭാഗത്തൊക്കെ എന്ത് കാണാം? സിനാപ്സ് കാണാം. അപ്പോൾ ഒരു ന്യൂറോണും ചേരുന്ന ഭാഗമാണ്, ആ ഭാഗമാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിനാപ്സ് നാഡീകോശവും ചേരുന്ന ഭാഗത്ത് മാത്രമല്ല കാണപ്പെടുന്നത്. എവിടൊക്കെ കാണാം? ന്യൂറോണും പേശീകോശവും ചേരുന്ന ഭാഗത്തുണ്ട്, ന്യൂറോണും ഗ്രന്ഥി കോശവും ചേരുന്ന ഭാഗത്തൊക്കെ എന്ത് കാണാം? സിനാപ്സ് കാണാം. ഓക്കെ, എന്തിനാണ് സിനാപ്സ്? സിനാപ്സ് എന്തിനുള്ളതാണ്? സിനാപ്സ് റെഗുലേറ്റ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഇമ്പൾസസ്. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഇമ്പൾസസിൻ്റെ ദിശ, വേഗത എന്നിവ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സിനാപ്സിലൂടെ ആവേഗങ്ങൾ കടന്നു പോകുന്നത്? അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്. സിനാപ്സിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലോ സ്പൈനൽ കോഡിലൊക്കെ അത് എത്തണമെങ്കിൽ ഒരുപാട് ന്യൂറോണുകളിലൂടെ എന്ത് ചെയ്യേണ്ടി വരും? അത് പ്രേഷണം ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഈ ആവേഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് സിനാപ്സിലൂടെയാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ നാഡീയ ആവേഗങ്ങൾ, ഇലക്ട്രിക് ഇമ്പൾസസ് റീച്ച് ദ സിനാപ്റ്റിക് നോബ്. എവിടെ എത്തിച്ചേരും? സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്ന് നമ്മൾ എന്താ പിന്നെ പഠിച്ചത്? അഡ്ജസൻറ്റ് ന്യൂറോൺ എന്നാണ്. അഥവാ തൊട്ടടുത്ത ന്യൂറോണിലേക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഈ ആവേഗം കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ന്യൂറോണും ചേരുന്ന ഭാഗത്ത് അവിടെ ഒരു ക്ലഫ്റ്റ് കാണപ്പെടുന്നുണ്ട്, അഥവാ വിടവ് എന്നതിനെ പറയാം. അതിനെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പോൾ ഈ വിടവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആവേഗങ്ങൾ കടന്നു പോകുന്നത്. അതെങ്ങനെയാണ്? സിനാപ്റ്റിക് നോബിൽ എന്തെത്തിച്ചേരുന്നു? ഈ പറയപ്പെട്ട ഇലക്ട്രിക് ഇമ്പൾസസ് എത്തിച്ചേരുകയും വൈദ്യുത ആവേഗങ്ങൾ എത്തിച്ചേരുകയും സിനാപ്റ്റിക് നോബിൽ നിന്ന് നാഡീയ പ്രേഷകം സ്രവിക്കുകയും ചെയ്യും. ന്യൂറോ ട്രാൻസ്മിറ്റർ സിക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സിനാപ്റ്റിക് നോബിൻ്റെ ധർമ്മം നമ്മൾ മുമ്പ് അത് പഠിച്ചു അല്ലേ? നാഡീയ പ്രേഷകം സ്രവിക്കൽ എന്നാണ് നമ്മൾ നാഡീകോശം പഠിച്ചപ്പോൾ നമ്മളവിടെ പഠിച്ചത്, സിക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ നാഡീയ പ്രേഷകം എവിടേക്കാണ് സ്രവിക്കുന്നത്? ടു ദി സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ സിനാപ്റ്റിക് വിടവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്രവിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് എന്തിന് സഹായിക്കുന്നു? തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഇതെന്ത് ചെയ്യുന്നു? ഇത് ഉത്തേജിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. ഏത്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റാൻസസ്. അതും എന്താണ്? രാസവസ്തുക്കളാണ്, അല്ലെങ്കിൽ എന്താണ്? രാസീയ ആവേഗമാണ്. ഓക്കെ, കെമിക്കൽ മെസ്സേജ്. ഇതൊരു മെസ്സേജ് തന്നെയാണ്. ഓക്കെ, ന്യൂറോണിലൂടെ വരുന്നത് ഇലക്ട്രിക് മെസ്സേജാണ്. ഈ സിനാപ്സിലൂടെ കടന്നു പോകുന്നത് എന്തുമാണ്? അത് കെമിക്കൽ മെസ്സേജുമാണ്, അഥവാ രാസീയ ആവേഗമാണ്. സിനാപ്റ്റിക് നോബിൽ നിന്ന് നാഡീയ പ്രേഷകം സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുകയും ഈ നാഡീയ പ്രേഷകം എന്തിനെ സഹായിക്കുന്നു? തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഫലമായി തൊട്ടടുത്ത ന്യൂറോണിൽ പുതിയ വൈദ്യുത ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കപ്പെടും. പുതിയ വൈദ്യുത ആവേഗങ്ങൾ
രൂപപ്പെടുകയും ദെൻ തുടർന്ന് അവിടെ നിന്നും ഈ ന്യൂറോണിലൂടെ പോകുന്നത് പോലെ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശ ശരീരം അഥവാ സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇത് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ആവേഗങ്ങൾ, ഈ ഇമ്പൾസസ് എവിടെ എത്തുന്നു? നമ്മുടെ ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തിച്ചേരുകയും ഇതിൻ്റെ ഫലമായി നമുക്ക് പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്നും സ്രവിക്കുന്ന നാഡീയ പ്രേഷകം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളീൻ, അതുപോലെ തന്നെ ഡോപ്പാമിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സിനാപ്സ് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സിനാപ്സിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞു. റെഗുലേറ്റ്സ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ ദിശ, അതിൻ്റെ വേഗത എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ സിനാപ്സിൻ്റെ ധർമ്മം. ഇതാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. അടുത്ത നമ്മുടെ ടോപ്പിക്ക് നാഡീകോശം എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ന്യൂറോൺ. നാഡീകോശം എത്ര തരത്തിലുള്ള നാഡീകോശമുണ്ട്? പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നാഡീകോശങ്ങളാണുള്ളത്. ന്യൂറോൺസ് ആർ 2 ടൈപ്സ്. ഓക്കെ, ഒന്ന് സെൻസറി ന്യൂറോൺസ്, ദെൻ മോട്ടോർ ന്യൂറോൺ. സംവേദ നാഡീകോശം അല്ലെങ്കിൽ സംവേദ ന്യൂറോൺ, അതുപോലെ തന്നെ പ്രേരക ന്യൂറോൺ. ഇങ്ങനെ 2 തരത്തിലുള്ള നാഡീകോശങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇങ്ങനെ 2 തരത്തിലുള്ള ന്യൂറോൺ ആവാനുള്ള കാരണം? അതിൻ്റെ ഡയറക്ഷനാണ്, ദിശ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം അനുസരിച്ചാണ് എന്ന് വേണമെങ്കിലും പറയാം. അഥവാ എന്താണ് സെൻസറി ന്യൂറോൺ അഥവാ സംവേദ നാഡീകോശം? എന്താണ് അതിൻ്റെ ധർമ്മം? ക്യാരീസ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ ബ്രെയിനിലേക്കോ അഥവാ നമ്മുടെ മസ്തിഷ്കത്തിലേക്കോ അതുപോലെ നമ്മുടെ സുഷുമ്നയിലേക്കോ എത്തിക്കുന്ന ന്യൂറോണുകളെയാണ് എന്ത് പറയുന്നത്? സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ തരത്തിലുള്ള ന്യൂറോൺ നാഡീകോശമാണ് പ്രേരക നാഡീകോശങ്ങൾ അഥവാ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയാം, അല്ലേ? എന്താണ് മോട്ടോർ ന്യൂറോൺസ് ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ബ്രെയിനിൻ്റെയോ മസ്തിഷ്കത്തിൻ്റെയോ സുഷുമ്നയുടെയോ നിർദ്ദേശങ്ങളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിനെ എത്തിക്കുന്നു. ഇതാണ് 2 തരത്തിലുള്ള ന്യൂറോണുകൾ. ഇനി നമ്മൾ പറയുന്നത് നാഡികളെക്കുറിച്ചാണ്. നാഡികൾ അടുത്ത ടോപ്പിക്കാണ്. നെർവ്സ്. നാഡികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് സിമ്പിളായിട്ട് എന്ത് പറയാം? ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് നാഡി. ദ ഗ്രൂപ്പ്സ് ഓഫ് ആക്സോൺസ്. ആക്സോണിൻ്റെ കൂട്ടമാണ്, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു കൂട്ടം നാഡി തന്തുക്കൾ ചേർന്നതാണ് എന്ത്? ആക്സോൺ, അല്ലേ? ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ്. ഇവ ചേർന്നതാണ് എന്ത്? നാഡി അല്ലെങ്കിൽ നാഡികൾ, നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെർവ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? യോജക കലയാൽ ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നു. കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നാഡികൾ. ഓക്കെ, നാഡികളെയും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ തിരിക്കാം. എങ്ങനെ? ടൈപ്സ് ഓഫ് നെർവ്സ് ആർ 3. 3 തരത്തിലുള്ള നാഡികളാണ്. ഓക്കെ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻസറി നെർവ്സ്, രണ്ടാമത്തത് മോട്ടോർ നെർവ്സ്, ദെൻ മൂന്നാമത്തത് മിക്സ്ഡ് നെർവ്സ്.
അഥവാ സംവേദനാഡികൾ, പ്രേരകനാഡികൾ, അതുപോലെ തന്നെ സമ്മിശ്ര നാഡികൾ. 3 തരത്തിലുള്ള നാഡികളാണ്. അപ്പോൾ സെൻസറി നെർവ്സ് അഥവാ സംവേദനാഡികൾ എങ്ങനെ ഉണ്ടായതാണ്? എങ്ങനെയാണ് അവ രൂപപ്പെട്ടിട്ടുള്ളത്? ദെൻ സെൻസറി നെർവ് ഫൈബേഴ്സ് ചേർന്നതാണ്. സംവേദ നാഡി തന്തുക്കൾ ചേർന്നതാണ് എന്ത്? സംവേദ നാഡികൾ അഥവാ സെൻസറി നെർവ്സ്. പ്രേരക നാഡികൾ എന്ന് പറഞ്ഞാൽ അതിലെന്തുമാണ്? മോട്ടോർ നെർവ് ഫൈബേഴ്സ് ചേർന്നതാണ് മോട്ടോർ നെർവ് അഥവാ പ്രേരക നാഡികൾ. സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് നെർവ്സ് ആണ്. മിക്സ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? സംവേദ നാഡി തന്തുക്കളുമുണ്ട്, അതേപോലെ പ്രേരക നാഡി തന്തുക്കളും ചേർന്നതാണ് സമ്മിശ്ര നാഡി. അപ്പോൾ മിക്സ്ഡ് നെർവ്സ് ആർ എന്താണ്? എന്ത് ചേർന്നതാണ്? സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ഇതാണ് 3 തരത്തിലുള്ള നാഡികൾ. ഓക്കെ, ഇനി ഈ നാഡികളെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നാഡികളുടെ ഫങ്ഷൻ, ധർമ്മം എന്താണ്? സെൻസറി നെർവ്സിൻ്റെ ധർമ്മം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവേഗം ക്യാരീസ് ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കോ സുഷുമ്നയിലേക്കോ എത്തിക്കുന്ന നാഡികളെയാണ് എന്ത് പറയുന്നത്? സംവേദനാഡികൾ അഥവാ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തത് മോട്ടോർ നെർവ്സ് ആണ്. മോട്ടോർ നെർവ്സ് അഥവാ പ്രേരക നാഡികൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മസ്തിഷ്കത്തിൻ്റെയും സുഷുമ്നയുടെയും നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ക്യാരീസ് ഇമ്പൾസസ് ടു ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതാണ് മോട്ടോർ നെർവ്. മിക്സ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തിക്കും. അതേപോലെ സ്പൈനൽ കോഡിൻ്റെയോ അതേപോലെ ബ്രെയിനിൻ്റെയൊക്കെ ആവേഗങ്ങളെ തിരിച്ച് എവിടെ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 സെൻസറി നെർവുകളും മോട്ടോർ നെർവുകളും ചേർന്നതാണ് മിക്സ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നെർവ്സ് 3 തരത്തിലാണ്: സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സ്ഡ് നെർവ്സ്. സംവേദനാഡികൾ, പ്രേരക നാഡികൾ, സമ്മിശ്ര നാഡികൾ. ഇതാണ് നാഡികൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. അവരോടൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സിൽ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.